ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തി പുറത്താക്കാനുള്ള പരിപാടി ആയിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത് അല്ലേ? അതങ്ങോട്ട് പാളിയല്ലോ. ഹിറ്റ്മാൻ എല്ലാം കൂടി ഫിറ്റ്മാനായി മാറിയത് ഈ ഗൂഢാലോചന നടത്തിയ ആളുകൾ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഏഷ്യ കപ്പ്, ഓസ്ട്രേലിയൻ പര്യടനം എന്നിവയ്ക്ക് മുന്നോടിയായി ചില താരങ്ങളുടെ യോയോ ടെസ്റ്റ് ഇന്നലെ നടത്തിയിരുന്നു. ബ്രോങ്കോ ടെസ്റ്റ് അല്ല, യോയോ ടെസ്റ്റ്. ബ്രോങ്കോ ടെസ്റ്റ് എന്താ നടത്താത്തതെന്നുള്ളതിനെ കുറിച്ച് അറിവില്ല കേട്ടോ. എന്ത് തന്നെയായാലും ഇന്നലെ യോയോ ടെസ്റ്റിൽ രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, ജസ്പ്രീത് ബുംറ, പ്രസീദ് കൃഷ്ണ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി പാസ്സായത് ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞ് പൂജിച്ചുകൊണ്ടിരുന്ന രോഹിത് ശർമ്മയാണ് സുഹൃത്തുക്കളെ. എന്താല്ലേ ചില താരങ്ങളുടെ പോയിന്റ് എന്ന് പറയാം. രോഹിത് ശർമ്മയ്ക്ക് കിട്ടിയ പോയിന്റ് 19.4 എന്നാൽ യങ് ക്രിക്കറ്റർ ശുഭ്മാൻ ഗില്ലിന് കിട്ടിയത് 17.4 മാത്രം. ഇങ്ങനെയുണ്ട്. ഇനി നമ്മുടെ ജസ്പ്രീത് ബുംറയ്ക്ക് കിട്ടിയത് 18.1 പോയിന്റ്. ഇവരെക്കാളൊക്കെ കൂടുതൽ ഫുള്ളി ഫിറ്റായ രോഹിത് ശർമ്മയ്ക്കാണ്. ഒരു മാസം മുമ്പ് വരെ 90 കിലോയിൽ വരെ എത്തിയായിരുന്നു. കാരണം പ്രത്യേകിച്ച് കളികളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടുമല്ലോ. പക്ഷേ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി, ഈ ഒരു പര്യടനത്തിന് വേണ്ടി അദ്ദേഹം എല്ലാം സെറ്റാക്കി 75 കിലോ ഭാരമൊക്കെ ആക്കിയാണ് വന്ന് 19.4 യോയോ പോയിന്റ് മേടിച്ച് സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് തെളിയിച്ചു. ഇനി ഇത് പറഞ്ഞ് എന്നെ നിങ്ങൾ പുറത്താക്കണ്ട, വേറെ എന്തെങ്കിലും കാരണം കണ്ടോ എന്നാണ് രോഹിത് ശർമ്മയുടെ ഭാഷ്യം. അടുത്ത വർഷത്തെ T20 വേൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ മെൻറ്ററായി MS ധോണിയെ നിയമിക്കാനായിട്ട് BCCI ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു അല്ലേ? സംഭവം നല്ലൊരു കാര്യമാണ്, കേൾക്കാൻ രസമാണ്, നടന്ന ഇന്ത്യക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്, എല്ലാമാണ്. അതേസമയം എല്ലാവരും ചിന്തിക്കുന്നത് ധോണി ഈ പണിക്ക് നിൽക്കുമോ എന്നും കൂടിയാണ്. കാരണം ധോണി ക്രിക്കറ്റ് ഫീൽഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റുമായിട്ട് വലിയ ബന്ധമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ ചില പാഷനുകൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. സോഷ്യൽ മീഡിയയിലുമില്ല, എവിടെയുമില്ല, അദ്ദേഹത്തിന് പിന്നെ കാണാൻ പോലുമില്ല. ഒന്നെങ്കിൽ കളിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് പരസ്യ ഷൂട്ടിങ്, ഇത്രയല്ലാതെ പിന്നെ പുള്ളി വേറെ ഒരു പരിപാടിക്കില്ല. കമൻട്രി ബോക്സിലില്ല, ബാക്കി കോച്ചിങ് പരിപാടി, അഭിപ്രായം പറയാനില്ല, ഒന്നിനും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ധോണീനെ മെൻറ്ററായിട്ട് കിട്ടുമോ എന്ന് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോൾ നിലവിലെ കോച്ച് എന്ന് പറഞ്ഞാൽ ഗൗതം ഗംഭീറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഗൗതം ഗംഭീറിൻ്റെ മുഖ്യ ശത്രു അല്ലെങ്കിൽ ഏക ശത്രു എന്ന് പറയുന്ന ഒരാൾ MS ധോണിയാണ്. എവിടെയൊക്കെ MS ധോണിക്കിട്ട് കുത്താൻ പറ്റുന്ന ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നു, അവിടെയൊക്കെ പുള്ളി കുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ. അദ്ദേഹം റിട്ടയർ ആയപ്പോൾ മുതൽ, റിട്ടയർ അല്ല, അദ്ദേഹം ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുണ്ട്. കാരണം MS ധോണിക്ക് പകരമായിട്ട് ഗൗതം ഗംഭീർ ക്യാപ്റ്റൻസിയിലേക്ക് വരും, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ നടന്നിരുന്നു ആ സമയത്ത്. ധോണി റെസ്റ്റ് ചെയ്ത ചില സീരീസിലൊക്കെ ഗൗതം ഗംഭീറിനാണ് അവസരം കൊടുത്തത്. അത് വളരെ വിജയകരമായി ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ പുള്ളി വിചാരിച്ചു ഇനി ഞാനാണ് ക്യാപ്റ്റൻ്റെ തോന്നൽ വരികയും ഇവർ തമ്മിൽ ഈഗോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം എല്ലാ കാലത്തും ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കോച്ചായിരിക്കുമ്പോൾ ധോണി മെൻറ്ററായിട്ട് വരുമോ? ഒരു സാധ്യതയും കാണുന്നില്ല അല്ലേ? എനിക്കും തോന്നുന്നില്ല. നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം. ഒരുപാട് ഗ്രൂപ്പുകളാണ് പോലും രാജസ്ഥാൻ റോയൽസിൽ. കേരള കോൺഗ്രസ് രാജസ്ഥാൻ റോയൽസ് S വിഭാഗം, രാജസ്ഥാൻ റോയൽസ് D വിഭാഗം, രാജസ്ഥാൻ റോയൽസ് R വിഭാഗം, അങ്ങനെ അതായത് ക്യാപ്റ്റൻ ആക്കുന്നതിനെ ചൊല്ലിയിട്ടാണ് ഗ്രൂപ്പുകൾ പോലും. സഞ്ജു സാംസണെ ക്യാപ്റ്റനാക്കി നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം. അത് മിക്കവാറും ടീം ഡയറക്ടർ, സംഘക്കാരുടെയൊക്കെ ഒരു താല്പര്യമായിരിക്കാം. അതല്ല, യശസ്വി ജയ്സ്വാളിനെയാണ് ക്യാപ്റ്റൻ ആക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം. അത് രാഹുൽ ദ്രാവിഡ് വിഭാഗമാണ് എന്നാണ് പറയാൻ കഴിഞ്ഞത്. അതിനകത്തുള്ള തർക്കങ്ങൾ കാരണമാണ് രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ ഇറങ്ങി പോയതെന്നും പറയുന്നു. ഇനി ഇവർ രണ്ടുപേരും അല്ല, കഴിഞ്ഞ വർഷം പകരക്കാരൻ ക്യാപ്റ്റനായ റയാൻ പരാഗിനെയാണ് ക്യാപ്റ്റൻ ആക്കേണ്ടതെന്ന് മറ്റൊരു വിഭാഗം. അത് മിക്കവാറും മാനേജ്മെൻറ്റിൻ്റെ താല്പര്യമായിരിക്കാം. എന്ത് തന്നെയായാലും ഈ അടി കാരണം ടീമിലാകെ പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത്. രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി, സംഘക്കാരെ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. സഞ്ജു സാംസൺ പോവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, താല്പര്യമില്ല എന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞു. യശസ്വി ജയ്സ്വാളും വേറെ ടീം നോക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആകെ അവിയൽ പോലെ കുഴഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം. പിന്നെ കഴിഞ്ഞ വർഷം ബ്ലണ്ടർ തീരുമാനങ്ങളിലൂടെ കൈവിട്ട കുറേ താരങ്ങളും, ജോസ് ബട്ട്ലർ, അശ്വിൻ, ചാഹാൽ, എന്തുദ്ദേശം അവരെ റിലീസ് ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല. ഏതായാലും അടുത്ത സീസണ് മുമ്പായിട്ട് ഇവർ ക്ലച്ച് പിടിച്ചില്ലെങ്കിൽ ഈ സീസണിലും കഴിഞ്ഞ സീസണിൽ അതേ ഗതി തന്നെയായിരിക്കും ഉണ്ടാവുക. KCLൽ സഞ്ജു സാംസൺ തുടർച്ചയായി 4ാം മത്സരത്തിലും 50 റൺസിന് മുകളിൽ നേടിയിരിക്കുകയാണ്. അതൊരു നിത്യത്തൊഴിൽ പോലെയാണ് സഞ്ജു സാംസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏഷ്യ കപ്പിൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഇനി വേറൊരാളെ ചിന്തിക്കാൻ പാടില്ല, സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന അടിവര എഴുതിക്കൊണ്ടാണ് അദ്ദേഹം ഓരോ ഇന്നിങ്സും പടുത്തു ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും 41 ബോളിൽ 83 ആലപ്പി റിപ്പൾസിനെതിരെ എടുത്തു. ഈ KCLൽ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന് നോക്കിയാൽ 6 മത്സരങ്ങളാണ് ഇതുവരെ കളിച്ചത്. 6ൽ ആദ്യത്തെ 2 മത്സരവും അദ്ദേഹം ഓപ്പണിംഗ് അല്ല ഇറങ്ങിയത്, ബാക്കിയാണ് തകർത്തത്. 73.60 ശരാശരിയിൽ 186.80 സ്ട്രൈക്ക് റേറ്റോടുകൂടി 368 റൺസാണ് സഞ്ജു സാംസൺ ഇതിനോടകം എടുത്തിരിക്കുന്നത്. അതായത് റൺ വേട്ടയിൽ 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ അഹമ്മദ് ഇമ്രാനാണ്. അത് വേറൊരു ചങ്ങായി അടുത്ത IPLലേക്ക് നീക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ. 30 സിക്സറാണ് സഞ്ജു സാംസൺ അടിച്ചു കൂട്ടി. 30 സിക്സ് 4 മത്സരങ്ങളായിരുന്നു. ഓപ്പണിംഗ് കൂട്ടിയാൽ മതി, 30 സിക്സ്. ആ സിക്സ് വെറും സിക്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല, എല്ലാം ഗാലറിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ
UAEയിലുള്ള ഗ്രൗണ്ടുകളിലും സഞ്ജു സാംസൻ്റെ സിക്സുകൾ ഇതുപോലെ ഗാലറിയിൽ എത്താനായിട്ട് സാധിക്കട്ടെ. സഞ്ജു തന്നെ ആയിരിക്കട്ടെ ഓപ്പണിംഗ്. അതിനൊരു മറുചിന്ത നമ്മുടെ ക്യാപ്റ്റനോ കോച്ചിനോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.